കേരളത്തിന്റെ ഭൂമിശാസ്ത്ര പ്രത്യേകതകളിൽ അതിന്റെ മൂന്നാമത്തെ ഭാഗത്ത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സോയിൽസ് ഓഫ് കേരള, കേരളത്തിലെ മണ്ണിനങ്ങൾ. കേരളത്തിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ എന്ന് പറയുന്നത് കോസ്റ്റൽ അലൂവിയം അഥവാ തീരദേശ എക്കൽ മണ്ണ്, മിക്സഡ് അലൂവിയം, എക്കൽ മണ്ണ്, ആസിഡ് സലൈൻ സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, ബ്ലാക്ക് കോട്ടൺ സോയിൽ, കറുത്ത പരുത്തി മണ്ണ്, റെഡ് സോയിൽ, ഹിൽ സോയിൽ, ഫോറസ്റ്റ് സോയിൽ. ഈ മണ്ണുകളാണ് പ്രധാനമായും കേരളത്തിലുള്ളത്. കേരളത്തിലെ വ്യത്യസ്ത തരത്തിൽ പെയ്യുന്ന മഴ, കാലാവസ്ഥ, അന്തരീക്ഷ താപനില, ഉയർന്ന പ്രദേശങ്ങളിലൂടെ കുത്തി ഒഴുകുന്ന നദികൾ, ആ നദികൾ പിന്നീട് സമതലങ്ങളിൽ തീരപ്രദേശങ്ങളിൽ എത്തുമ്പോൾ വേഗത കുറയുകയും അവിടങ്ങളിൽ ഉണ്ടാക്കുന്ന നിക്ഷേപങ്ങളും ഒക്കെയാണ് കേരളത്തിന്റെ വിവിധ തരം മണ്ണിനങ്ങളെ രൂപപ്പെടുത്തുന്നത്. പ്രധാനപ്പെട്ട മണ്ണിനങ്ങളുടെ പ്രത്യേകതകൾ നമ്മൾ ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഒന്ന്, കോസ്റ്റൽ അലൂവിയം അഥവാ തീരദേശ എക്കൽ മണ്ണ്. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു മണ്ണാണിത്. നദികൾ തീരസമതലങ്ങളിൽ നിക്ഷേപിക്കുന്ന ഊറൽ മണ്ണായിട്ടുള്ള ഇതിൽ ജൈവികാംശം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്ന ഒരു മണ്ണാണ് കോസ്റ്റൽ അലൂവിയം. 80% മണൽ കലർന്ന മണ്ണായതിനാൽ ജലാംശം നിലനിർത്താനുള്ള ശേഷി നന്നേ കുറവാണ്. ഇവിടെ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിള തെങ്ങാണ്. ചിലയിടങ്ങളിൽ കശുമാവും മറ്റു ഫലവൃക്ഷങ്ങളും കൃഷി ചെയ്തു വരുന്നു. അടുത്തത് മിക്സഡ് അലൂവിയം അഥവാ തീരദേശ മണ്ണിനോട് ചേർന്ന സമതലങ്ങളിൽ തന്നെ കാണപ്പെടുന്ന ഒരു മണ്ണാണ് മിശ്രിത എക്കൽ മണ്ണ്. കുട്ടനാട്, അതിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങൾ, പിന്നെ തൃശ്ശൂർ ജില്ലയിലെ കോൾ നിലങ്ങൾ എന്നീ പ്രദേശങ്ങളിലെല്ലാം കാണുന്ന ഒരു മണ്ണാണ് മിക്സഡ് അലൂവിയം. നദികൾ, അതുപോലെ കടല്, കായലുകൾ എന്നിവയിൽ ഉണ്ടാകുന്ന മൺ നിക്ഷേപങ്ങളുടെ ഒരു മിശ്രിതമാണ് മിശ്രിത എക്കൽ മണ്ണ് എന്ന് പറയുന്ന മിക്സഡ് അലൂവിയം. പ്രധാനപ്പെട്ട നദികളുടെ താഴ്വരകളിൽ, അതിന്റെ തടങ്ങളിൽ, അതോടൊപ്പം കീഴ്നിലം എന്ന് പറഞ്ഞാൽ ലോ ലാൻഡ്, ഇവയിലൊക്കെ കാണപ്പെടുന്ന ഒരു മണ്ണാണിത്. ജലാശയങ്ങളിൽ വെള്ളം പൊങ്ങുന്ന സമയങ്ങളിലെല്ലാം വെള്ളത്തിനടിയിലായി പോകുന്ന ഈ മണ്ണിന്റെ നിറം ലൈറ്റ് ഗ്രേ ആണ്. ചാര നിറത്തിൽ മുതൽ ഡാർക്ക് ബ്രൗൺ നിറം വരെയാണ് ഈ മണ്ണ് കാണാറുള്ളത്. ഇവിടെ കൃഷി ചെയ്യുന്ന ക്രോപ്പുകൾ എന്ന് പറയുന്നത് നെല്ല്, വാഴ, കപ്പ, പച്ചക്കറികൾ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അടുത്തത് ആസിഡ് സലൈൻ സോയിൽ. എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു മണ്ണാണിത്. ചതുപ്പ് പ്രദേശങ്ങളിലും നദികളുടെയും ജലാശയങ്ങളുടെ ചതുപ്പ് ഒക്കെ സമീപത്തായിട്ട് കെട്ടിക്കിടക്കുന്ന അഴുകിയ വെള്ളക്കെട്ടിനോട് ചേർന്നുള്ള ഒരു മണ്ണാണ് ഈ ആസിഡ് സലൈൻ സോയിൽ എന്ന് പറയുന്നത്. വേലിയേറ്റ സമയത്ത് കടലിലെ വെള്ളം ഇതിനോട് ചേരുന്നതിനാൽ ഇതിന്റെ ഉപ്പിന്റെ അംശം അഥവാ ലവണത്വം കൂടുതലാണ്. മഴക്കാലത്ത് മഴവെള്ളമോ നദിയിലെ വെള്ളമൊക്കെ കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്നത് കൊണ്ട് ആ സമയങ്ങളിൽ ലവണത്വം ഇല്ലാതാവും. നെല്ലാണ് ഈ മണ്ണിൽ കാര്യമായി കൃഷി ചെയ്യുന്ന ഒരു വിള. അടുത്തത് ലാറ്ററൈറ്റ് സോയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു മണ്ണാണ്, പ്രത്യേകിച്ചും മിഡ്ലാൻഡിൽ. ലാറ്ററൈറ്റ് ശിലകൾക്ക് കാലാവസ്ഥാ മാറ്റം കൊണ്ട് രൂപപ്പെടുന്ന, അല്ലെങ്കിൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ട് രൂപപരിണാമം സംഭവിക്കുന്നു, അല്ലെങ്കിൽ അപഗ്രഥനം സംഭവിച്ചുകൊണ്ട് രൂപം കൊള്ളുന്ന ഒരു മണ്ണാണിത്. കേരളത്തിന്റെ ഇടനാടിൽ, പ്രത്യേകിച്ചും സമുദ്രനിരപ്പിൽ നിന്ന് 10 മീറ്ററിനും 100 മീറ്ററിനും ഇടയിലുള്ള സ്ഥലങ്ങളിൽ ലാറ്ററൈറ്റ് മണ്ണ് ധാരാളമായിട്ട് കാണുന്നുണ്ട്. ചരലിന്റെ അംശം കൂടുതലാണ് ഈ മണ്ണിൽ. ഇവിടെ തെങ്ങ്, കവുങ്ങ്, വാഴ, കപ്പ, ചേന, മറ്റ് പച്ചക്കറികൾ, ഫലങ്ങളൊക്കെയാണ് ഇവിടെ, ഫ്രൂട്ട്സ് ഒക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഈ മണ്ണിൽ അയണിന്റെയും അലൂമിനിയത്തിന്റെയും കണ്ടന്റ് കൂടുതലാണ്. പിന്നെ ഇതിന് ഒരു ചുവന്ന നിറം കൂടുതൽ വരുന്നതിന്റെ ഒരു കാരണം ഇതിൽ മണ്ണിൽ അയൺ ഓക്സൈഡ് കൂടുതലുണ്ട്. അടുത്തത് ബ്ലാക്ക് കോട്ടൺ സോയിൽ, കറുത്ത പരുത്തി മണ്ണ്. ഈ മണ്ണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലെ സമതലങ്ങളിൽ കാണപ്പെടുന്ന ഒരു മണ്ണാണ്. നല്ല കറുത്ത നിറത്തിൽ കാണുന്നതിൽ ഇതിൽ ചുണ്ണാമ്പ് അഥവാ കാൽസ്യത്തിന്റെ അതുപോലെ തന്നെ ഒക്കെ കണ്ടന്റ് ഇതിനകത്ത് കൂടുതലാണ്. ജലാംശം കൂടുതൽ നിലനിർത്താൻ ശേഷിയുള്ള ഒരു മണ്ണാണിത്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായത് കൊണ്ടാണ് ഇതിനെ കറുത്ത പരുത്തി മണ്ണ് എന്ന് വിളിക്കുന്നത്. പരുത്തിക്ക് പുറമെ കരിമ്പ്, തെങ്ങ്, മുളക്, പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറി വർഗ്ഗങ്ങൾ എന്നിവയൊക്കെ ഇതിനകത്ത് കൃഷി ചെയ്യുന്നു. അടുത്തത് റെഡ് സോയിൽ, ചെമ്മണ്ണ്. തിരുവനന്തപുരം ജില്ലയിലെ തെക്കൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. അത്ര ഫലഭൂയിഷ്ടമായ മണ്ണല്ല, എങ്കിലും വളം ചേർത്തുകൊണ്ട് പല കൃഷികളും ഇവിടെ ചെയ്യാറുണ്ട്.
ലോ ലാൻഡിന്റെ അഥവാ തെക്കൻ പ്രദേശം, കേരളത്തിന്റെ തെക്കൻ പ്രദേശത്തിൽ ലോ ലാൻഡിന്റെ നിമ്നോന്നത പ്രദേശങ്ങളിലാണ് ഈ മണ്ണ് കൂടുതലുള്ളത്. അപ്പൊ ഇവിടെയുള്ള മണ്ണിൽ ഫലഭൂയിഷ്ഠത കുറവാണ്. അനുയോജ്യമായിട്ടുള്ള ക്രമീകരണങ്ങളിലൂടെ ഒക്കെ പലതരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യാറുണ്ട്. തെങ്ങ്, കവുങ്ങ്, വാഴ, പൈനാപ്പിൾ, പച്ചക്കറികളൊക്കെ ഇവിടെ കൃഷി ചെയ്യാറുണ്ട്. അടുത്തതാണ് ഹിൽ സോയിൽ, അതാ പർവ്വത മണ്ണ്. ഉയർന്ന പർവ്വത മേഖലകളിൽ അഥവാ 80 മീറ്റർ സമുദ്രനിരപ്പിൽ നിന്നും 80 മീറ്റർ മുകളിലും അതിനു മുകളിലുള്ള പ്രദേശങ്ങളിലാണ് കാണുന്ന ഒരു മണ്ണാണ് ഹിൽ സോയിൽ അഥവാ പർവ്വത മണ്ണ്. ഇതിനകത്ത് ചരലിന്റെ അംശം 50% അതിലേറെ ഒക്കെ ആയിട്ട് ചരലിന്റെ അംശം കാണുന്നുണ്ട്. ഇത് ചുവപ്പ് കലർന്ന ഒരു ബ്രൗൺ നിറത്തിലും അതുപോലെ തന്നെ മഞ്ഞ കലർന്ന ചുവപ്പ് നിറത്തിലൊക്കെ ഈ മണ്ണ് ഉണ്ടാവാറുണ്ട്. ഈ മണ്ണ് വളരെ എളുപ്പം പൊടിയുന്നതും അതോടൊപ്പം തന്നെ മണ്ണൊലിപ്പിന് വിധേയമാകുകയൊക്കെ ചെയ്യുന്ന ഒരു മണ്ണാണ്. റബ്ബർ, തേങ്ങ, അടക്ക, ഫലവൃക്ഷങ്ങൾ ഒക്കെ ഈ മണ്ണിൽ കൃഷി ചെയ്യാറുണ്ട്. അടുത്തത് വനമണ്ണ് അഥവാ ഫോറസ്റ്റ് സോയിലാണ്. കേരളത്തിൽ കിഴക്കൻ മലകളിലെ വനങ്ങളിലാണ് ഇത്തരം മണ്ണ് കണ്ടുവരുന്നത്. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 300 മീറ്റർ ഉയരത്തിൽ അതിനു മുകളിലുള്ള പ്രദേശങ്ങളിലാണ് ഈ മണ്ണ് സാധാരണ ഉള്ളത്. ഉയർന്ന പർവ്വതഘട്ടങ്ങളിൽ മലഞ്ചെരിവുകളിലൊക്കെ ഈ മണ്ണുണ്ട്. ഇതിന്റെ ഉപരിതലത്തിൽ ശിലാപാളികളും കല്ലുകളൊക്കെ ധാരാളമായിട്ട് കാണാറുണ്ട്. ഇതിന്റെ ഒരു നിറം എന്ന് പറയുന്നത് ബ്രൗൺ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ നിറത്തിലാണ് ഇത് കാണാറുള്ളത്. വനവൃക്ഷങ്ങൾ, കായ്ഫലങ്ങൾ, കുറ്റിച്ചെടികൾ ഒക്കെയാണ് ഇതിൽ വളരാറുള്ള പ്രധാനപ്പെട്ട സസ്യങ്ങൾ. ഇത്രയാണ് കേരളത്തിലെ പ്രധാനമായും മണ്ണിനങ്ങളെ കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങൾ.